മഴതോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അലമാരിയിൽ നിന്നെടുത്ത് ബാഗിൽ വെക്കുന്നത്. അപ്പം മമ്മീൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ മമ്മിയോട് പറയും, ഞാനിവിടെ തോറ്റുപോയി മമ്മി. ഞാൻ ഞാൻ കാരണം എൻ്റെ ബുദ്ധിമോശം കാരണം ഈ കുടുംബം നശിച്ചു. എന്തൊക്കെ സംഭവിച്ചു, ഞാൻ വരാൻ പാടില്ലായിരുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്നതല്ലേ നല്ലത് മമ്മി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കരയണേ. അപ്പം മമ്മി ഇങ്ങനെ പറയുന്നു, നീ ഇവിടുന്ന് പോകുക തന്നെ വേണം. നീ ഒരിടത്ത് മാത്രം ഒതുങ്ങി കൂടാനുള്ള പെൺകുട്ടിയല്ല. ഇപ്പോൾ ഇവിടുത്തെ പല പ്രശ്നങ്ങളും നീ തീർത്തില്ലേ, പല ആൾക്കാരും നീ തിരിച്ചു കൊണ്ടുവന്നില്ലേ ജീവിതത്തിലേക്ക്. അതുപോലെ ഇനിയും ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ള പെൺകുട്ടിയാണ് നീ അല്ലാതെ ഒരിടത്ത് തന്നെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ അടങ്ങി നിൽക്കാനുള്ളതല്ല. നിന്നെ ഇവിടെ തിളച്ചിടാനും അവർക്ക് കഴിയില്ല. പിന്നെ അവരുടെ ജീവിതം നശിച്ചു എന്ന് നീ പറയുന്നുണ്ടല്ലോ, അത് നീ ചിലരുടെ ഒരു തെറ്റ് എല്ലാ കാലവും മൂടി വയ്ക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ വെളിച്ചം കാണുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം, നീ പറഞ്ഞ പോലെ നീ കുടുംബം തകർക്കാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അവർ ഇനി ഇവരുടെ കുടുംബം ഭംഗിയായി കൊണ്ടുപോകേണ്ടത് ഇവർ തന്നെയാണ്, അല്ലാണ്ട് നീയല്ല. നിന്നെക്കൊണ്ട് പറ്റണമൊക്കെ നീ ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ സ്വയം തിരുത്തട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് പോകാമല്ലേ മമ്മി? നീ ഇവിടുന്ന് പോകുക തന്നെ വേണം മോളെ. ഇവരൊന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ, പക്ഷെ നിനക്കിപ്പോൾ എന്തെല്ലാം കിട്ടി, എത്രയോ സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിയാണ് മമ്മി, വേലക്കാരിയായി വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ മകളായിട്ടല്ലേ പോകണത്. അച്ഛൻ എന്നെ മകളെ പോലെയല്ലേ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഹാളിലേക്ക് വരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ കുട്ടികളെല്ലാവരും പലതും ഉണ്ടാക്കി വെച്ചിട്ട് എന്താടി ഇത് എന്തൊക്കെയാണെന്ന് അറിയും. അപ്പോൾ അലീനെ മോളെ എന്ന് വിളിക്കും. അപ്പോൾ അലീനയും വരും. അപ്പോൾ അലീന വരുമ്പോൾ പറയും, ഇതേ ഇന്ന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും എന്നെ അടുക്കളയിൽ കയറ്റിയില്ല എന്ന് പറയും. ആണോടി മക്കളെന്ന് പറയും. അങ്ങനെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയാണ് അച്ഛാന്ന് പറയും. എന്നാൽ ഇരിക്കുമെന്ന് പറയും. അലീന എന്നെ ഇരുത്തും. ബബിത പറയും, എനിക്ക് കുറേ വിളമ്പി തന്നിട്ടുള്ളതല്ലേന്ന് പറഞ്ഞ് ബബിതയ്ക്ക് വിളമ്പി കൊടുക്കണം. അപ്പോൾ പറയും എല്ലാവരും കൂടി ഇരിക്കുന്നു. അപ്പോൾ അലീന പറയും, ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ അടുക്കളയിലായിരുന്നു എൻ്റെ ഭക്ഷണം, അതും കരഞ്ഞുകൊണ്ട്. അന്ന് ഇവിടുത്തെ ജോലിക്കാരിയായിരുന്ന കുഞ്ഞുമോള് ചേച്ചീനെ എന്നെ സമാധാനിപ്പിച്ചത്. പിന്നെ ഈ ഊണുമേശയിൽ അനാഥയായ എന്നെ ഈ ഊണുമേശയിലേക്ക് പിടിച്ചിരുത്തിയത് അച്ഛനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അങ്ങനെ വല്ലാത്ത വിഷമമാണ്, എല്ലാവർക്കും വിഷമാവണ്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കില്ല എന്ന് തോന്നിയപ്പോൾ ബബിത വേഗം വിഷയം മാറ്റി. മതി പറഞ്ഞത്, കുറേ കേട്ടതുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ ആരും പറഞ്ഞയക്കണമെന്നല്ലല്ലോ, ഇട്ടിട്ട് പോണതല്ലേ എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് അനുഭവിച്ചോ എന്ന് പറഞ്ഞ് ആ കപട ദേഷ്യം അങ്ങോട്ട് പുറത്ത് കാണിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, നീ ഇരിക്കുമെന്ന് പറയും. അങ്ങനെ ബബിതനെയും പിടിച്ചിരുത്തും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും. അതിന് ശേഷം പോകാനുള്ള പിന്നെ വീണ്ടും അലീന മുറിയിലേക്ക് പോകണം. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ക്രീം കളറുള്ളൊരു സാരിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അലീന ആ വാളയൊക്കെ എടുത്ത് ഇങ്ങനെ ഇടണം, കൈമേൽ ഇടണമെന്ന് അവർ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ആണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും ഫോൺ ബെല്ലടിക്കും. പിന്നെ മനുവാണ്. അപ്പോൾ മനുവേട്ടാന്ന് വിളിക്കും. വെറുതെ വിളിച്ചതാണ്, എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടെന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. പറയും, അല്ല പോകണ്ടെന്നുള്ളൊരു തീരുമാനം അതങ്ങനെ എടുത്തോ എന്നറിയാൻ വേണ്ടി ഒരു പ്രതീക്ഷ. മനുവേട്ടൻ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, എന്നെ പിന്നിലേക്ക് വലിക്കരുത്. ഒരു ഞാൻ എന്നോട് തന്നെ പറയുന്നു ഇവിടുന്ന് പോകണമെന്ന്, മറ്റൊരു ഞാൻ എന്നോട് പറയുന്നു ഇവിടുന്ന് പോകണ്ടെന്ന്. അച്ഛനും മറ്റെല്ലാവരും എന്നോട് ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതിൻ്റെ കാരണം മനുവേട്ടൻ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് മനുവേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത്, പോകണം എന്ന് പറയാൻ. ശരി, ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ, പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. മനുവേട്ടനും വരായിരുന്നില്ലേ ഞങ്ങളെ കൂടെ എന്നെ കൊണ്ടാക്കാൻ? അത് അങ്കിളിന് താല്പര്യമില്ല എന്ന് തോന്നുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞില്ല, ചിലതെനിക്ക് മനസ്സിലാക്കും. എന്തായാലും നീ പോയിട്ട് വാ, ഞാൻ നിന്നെ അവിടെ വന്ന് കണ്ടോളാം എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അതിനുശേഷം അനിയത്തിമാർ രണ്ടുപേരും അങ്ങോട്ട് വരും. ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കും. ഞാൻ ഒരുങ്ങാൻ നിൽക്കണമെന്ന് പറയും. ഈ സാരിയാണ് അച്ഛൻ ഉടുക്കാൻ പറഞ്ഞത്, പക്ഷേ എനിക്ക് സാരിയൊന്നും ഉടുക്കാൻ അറിയില്ല. അതുള്ളൂ എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉടുപ്പിച്ചു കൊടുക്കും. ഞാൻ ഉടുപ്പിച്ച് തരാമെന്ന് പറയും. കൃഷ്ണമോളെ നിനക്കറിയുമോ എന്ന് പറയും. എനിക്കൊക്കെ അറിയാമെന്ന് പറയും. അങ്ങനെ സാരി ഉടുപ്പിക്കുന്നത്. അപ്പോൾ അലീന സാരി ഉടുപ്പിച്ച് മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന കണ്ണാടയിൽ നോക്കി കരഞ്ഞപ്പോൾ ബബിതയ്ക്ക് സങ്കടം വന്നപ്പോൾ ബബിത പറയും, നശിപ്പിച്ചു എന്നും പറഞ്ഞ് ഞാൻ പോകണമെന്ന് പറഞ്ഞ് ബബിത ഇട്ടേച്ചും പോകും. അങ്ങനെ കൃഷ്ണമോള് അലീനനെ കെട്ടിപ്പിടിക്കും. രണ്ടുപേരും കൂടെ പരസ്പരം പൊട്ടിക്കരയുന്നൊരു ഭാഗമാണ് കാണുന്നത്. കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ ഇന്നത്തെ എപ്പിസോഡ് ആർക്കും കാണാൻ കഴിയില്ല. അത്രയധികം വിഷമമായിരുന്നു. എല്ലാവരുടെയും മനസ്സങ്ങോട്ട് തകർന്നു പോകുന്ന ഭാഗങ്ങളൊക്കെയാണ്. അതിനുശേഷം പിന്നീട് ഒരുങ്ങി അലീന ബാഗുമായിട്ട് ഹാളിലേക്ക് വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ ബാലചന്ദ്രൻ ഒരുങ്ങണ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവർദ്ധനം വിളിക്കുന്നുണ്ട്. ബാലേട്ടൻ കടയിലേക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ ഇന്ന് കടയിലേക്കില്ല എന്ന് പറയും. അതെന്താ? ഇന്നലെയുടെ അലീനനെ കൊണ്ടാക്കണ ദിവസം. അയ്യോ ഞാൻ മറന്നു, ചേട്ടനെ കൊണ്ടാക്കാൻ പോകണമല്ലോ, അല്ലെങ്കിൽ ഞാനും കൂടി പോന്നേനേന്ന് പറയും. അത് സാരില്ല,
ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടെന്ന് പറയും. ബാലേട്ടൻ തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കാവില്ലേന്ന് ചോദിക്കും. ഞാൻ ഇന്ന് എന്തായാലും വരില്ലടോ, എവിടെയെങ്കിലും തങ്ങും. ഇന്നെനിക്ക് മനസ്സമാധാനം ഇല്ലാത്ത ദിവസമല്ലേ. എൻ്റെ ശക്തിയും ബലവും എൻ്റെ ഊന്നുവടിയും ഒക്കെ പോണ്. എൻ്റെ ജീവൻ രക്ഷിച്ചൊരു ആളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ ആളാണ് പടിയിറങ്ങി പോണത്. എൻ്റെ ഊർജ്ജം എല്ലാം ഇറങ്ങി പോണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് എവിടെയെങ്കിലും ബോധം കെടുന്നത് വരെയും കുടിച്ച് കെടുക്കണം. ഞാൻ ഇന്ന് വരില്ല. അപ്പോൾ പിള്ളേർ തനിച്ചാവില്ലേ. അലീന പോണ സമയം അറിഞ്ഞ് കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ മകൾ വൈജയന്തി മണത്തറിയും. അപ്പം ഇങ്ങോട്ട് ചാടിത്തുള്ളി എഴുന്നള്ളി വന്നോളൂ എന്ന് പറയും. ഇന്നും കൂടെ അല്ലേടോ എനിക്ക് ഇങ്ങനത്തെ ഒരു ദിവസമുള്ളൂ. നാളെ തുടങ്ങി ഞാൻ ആരാണെന്ന് കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതെന്താ ബാലേട്ട അങ്ങനെയെന്ന് വയ്ക്കും. വൈജയന്തി ഞാൻ ആരാണെന്ന് വൈജയന്തി അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ. അലീനയല്ലായിരുന്നോ എൻ്റെ പ്രശ്നം. അലീന പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ഈ വീട് താറുമാറാക്കാൻ അധികം നേരമൊന്നും വേണ്ടടോ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ബാലേട്ടൻ എന്തായാലും ബാലേട്ടനെ കുറിച്ച് കുറച്ച് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അതിനുശേഷം ഹാളിലേക്ക് വരുമ്പോൾ രോഹിത്തിനോട് പറയും, അച്ഛനൊന്നും വരില്ല, അതുകൊണ്ട് നീ കണ്ട പോലെ മാനേജ് ചെയ്യണം, ഇവരൊക്കെ രണ്ടുപേരെയും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ആ ശരി അച്ഛാന്ന് പറയും. അപ്പോഴത്തേനും അലീന ബാഗൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അലീനനെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയുന്നു. പറയും, ഇങ്ങനെ തന്നെ നിന്നെ ഇവിടുന്ന് പടിയിറക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് ഒരു മണവാട്ടിയായിട്ട് അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സാഹചര്യവും സന്ദർഭവും വേറെ ആയിപ്പോയി എന്ന് പറയും. എന്നിട്ട് അപ്പോൾ അലീന ഇങ്ങനെ ബാലചന്ദ്രൻ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രൊമോയിൽ കാണിക്കുന്നത് കാറിൽ കയറാണ്. അപ്പോൾ അതിന് മുന്നേ യാത്ര പറയാൻ ബബിതയുടെ എത്തിച്ച് ചെല്ലുമ്പോൾ ബബിത ഓടിപ്പോകും കിച്ചണിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയിന് ബബിതയ്ക്ക് കാണണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കാറിൽ കയറും. ബാലചന്ദ്രന് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുന്ന രോഹിത്തിൻ്റെ തോളിൽ കരഞ്ഞുകൊണ്ട് ചാരി കിടക്കുന്ന കൃഷ്ണമോളെയും കാണിക്കുന്നുണ്ട്. ശേഷം വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ അമ്മനെ മാത്രം കാണാൻ ആഗ്രഹിച്ച് വന്ന എനിക്ക് എന്തെല്ലാം കിട്ടി. അച്ഛനെയും സഹോദരി കൂടപ്പിറപ്പുകളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാവരെയും കിട്ടി. മനസ്സ് നിറഞ്ഞിട്ടുണ്ട് അച്ഛാ എന്ന് പറയുന്നു. അച്ഛനെ ഓരോരുത്തരോട് ഇതെൻ്റെ മകളാണെന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന സന്തോഷം എത്രയാണെന്ന് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയധികം ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയും. അതങ്ങോട്ട് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ ഇങ്ങോട്ട് നിറഞ്ഞ്, സ്വന്തം മക്കളെ പോലും അത്രയധികം സ്നേഹിക്കില്ല മനുഷ്യൻ, ഒരു മനുഷ്യന്മാരും. കാരണം ഭാര്യയുടെ അവിഹിത സന്തതിന് ചൂലെടുത്തടിച്ച് ഓടിക്കേണ്ട സ്ഥാനത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ബാലചന്ദ്രൻ്റെ മനസ്സ് അലീനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ശരിക്കും കരയിന്, കണ്ണൊക്കെ നിറഞ്ഞ് പൊട്ടി കരയിന്. അപ്പോൾ അത് കണ്ടിട്ട് അലീനയ്ക്കും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. അലീനയും കാറിലിരുന്നും കഴിഞ്ഞിട്ട് കരയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും ഭയങ്കര വിഷമകരമായൊരു എപ്പിസോഡുമായിട്ടാണ് ഇന്ന് മഴ തോരും മുമ്പേ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.